ചിക്കൻ വറുത്തരച്ചത് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം ഇവിടെ ഓയിൽ ചൂടാക്കുക. അപ്പം നമ്മൾ 1/2 കപ്പ് കോക്കനട്ടാണ് നമ്മളിവിടെ ആദ്യം എടുത്ത് റോസ്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാനായിട്ട്. അപ്പം ഇത് മൈൽഡായിട്ടൊന്ന് ബ്രൗൺ ആയിട്ട് വരുമ്പോഴത്തേന് നമുക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു ചെറിയ പീസ് ജിഞ്ചർ, പിന്നെ അതുപോലെ 3 ക്ലോവ്സ് ഓഫ് ഗാർലിക്കും ഒരു 1/2 ഗ്രീൻ ചില്ലി ഇതും കൂടി ഇതിലേക്ക് ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഇത് ലോ ടു മീഡിയമിൽ തന്നെ വേണം ഇട്ട് ചെയ്യാനായിട്ട്. പെട്ടെന്ന് നമ്മൾ ഹീറ്റ് കൂട്ടിയിട്ട് നമ്മൾ ബ്രൗൺ ആക്കി എടുക്കരുത്. അത് കഴിഞ്ഞിട്ട് ഒരു ചെറിയ പീസ് സ്മോൾ ഓണിയൻ്റെ അത് ചെറുതായിട്ട് ഡൈസ് ചെയ്തതും കൂടി അതിലേക്ക് ചേർക്കുക. എന്നിട്ട് അതും കൂടി ഒരുമിച്ചിട്ടൊന്ന് വഴറ്റിയെടുക്കുക. കോക്കനട്ട് ഒന്ന് സോഫ്റ്റായി വരുമ്പോഴത്തേന് 1 ടേബിൾ സ്പൂൺ പെപ്പറും 1 ടീസ്പൂൺ ഫെനലും കൂടി നമുക്ക് ആഡ് ചെയ്യണം. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കണം. ഈ മിക്സാണ് ഈ ഒരു കറി തന്നെ ഡിഫറെൻ്റ് ആക്കുന്നത്. അപ്പം ഇത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. പെപ്പറൊക്കെ ഹോൾ പെപ്പറാണ് ഇടുന്നതെങ്കിൽ നല്ലതായിരിക്കും, കുറച്ചും കൂടി ടേസ്റ്റി ആയിരിക്കും. ഇനി 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഇതിലേക്ക് ഇടുക. അതുപോലെ തന്നെ ഒരു 2 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡറും അതും കൂടി ഇട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം, അതിൻ്റെ ആ റോ ഫ്ലേവർ മാറുന്നിടം വരെ. ഈ ഒരു സ്റ്റേജിലേക്ക് വരെ അത് കിട്ടത്തക്ക രീതിയിൽ അതെടുത്തിട്ട് കൂൾ ഓഫ് ചെയ്തിട്ട് വേണം നമുക്കിത് ഫൈൻ പേസ്റ്റായിട്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് ഗ്രൈൻഡ് ചെയ്തെടുക്കാനായിട്ട്. ഓയിൽ വേറൊരു പാനിലേക്ക് ഇനി നമുക്ക് ചൂടാക്കിയിട്ട് നമുക്കൊരു 2 മീഡിയം സൈസ് ഓണിയൻസ് അത്യാവശ്യം ക്യൂബ്ഡൈസ് ചെയ്തത്, അപ്പോൾ അത് നമുക്ക് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. അതൊന്ന് ട്രാൻസ്പെറൻറ്റ് ലൂസായി വരുമ്പോഴത്തേന് നമുക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് അതൊരു 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്തിട്ട് വഴറ്റിയെടുക്കുക. ഇനി നമുക്ക് സീസണിങ്സ് ഇതിലേക്ക് ആഡ് ചെയ്യേണ്ടത് ഒരു 1/4 ഗരം മസാല, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, ഞാനിത് എരിവുള്ളതും കാശ്മീരിയും കൂടി മിക്സ് ചെയ്തിട്ടാണ് എടുത്തേക്കുന്നത്, പിന്നെ ഒരു 1 ടേബിൾ സ്പൂൺ കൊറിയാൻഡർ പൗഡർ. ഇത് നമ്മുടെ റോ സ്മെല്ല് മാറുന്നിടം വരെ, അതിൻ്റെ ഒരു റോ ഫോം ടെക്സ്ചർ മാറുന്നിടം വരെ നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കുക. നമ്മളതുപോലെ ഇൻ ദ മീൻ ടൈം ചിക്കൻ ഞാൻ മീഡിയം പീസസ് ആക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് ജസ്റ്റ് ടേമറിക്കും സോൾട്ട് മാത്രമേ ഇട്ടിട്ടുള്ളൂ. അത് വെച്ച് മാത്രം ജസ്റ്റ് ഒന്ന് ഒരു 1/2 hour വയ്ക്കുക. അത് കഴിഞ്ഞിട്ടാണ് നമുക്കിതിലേക്കിത് യൂസ് ചെയ്യേണ്ടത്. നല്ലപോലെ സോട്ട് ചെയ്ത് വരുമ്പോഴത്തേന് ഒരു മീഡിയം സൈസ് ടൊമാറ്റോ അത്യാവശ്യം ക്യൂബ്സ് ആക്കി നമുക്കിതിലേക്ക് മിക്സ് ചെയ്ത് നല്ലപോലെ ഒന്ന് ബ്ലെൻഡ് ചെയ്യാം. അത് കുറച്ച് നേരം നമുക്ക് വേണമെങ്കിൽ ലിഡ് ഇട്ട് ജസ്റ്റ് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നല്ലപോലെ സ്മാഷ് ആവും. പിന്നെ അല്ലാതെ തന്നെ നമുക്ക് സ്പാച്ചില വെച്ചിട്ട് കുറച്ചൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് സ്മാഷ് ചെയ്ത് കൊടുക്കാം, നല്ലൊരു ഗ്രേവി പോലെ ഫോമിൽ കിട്ടാനായിട്ട്. മസാല ഓൾമോസ്റ്റ് റെഡി ആയിട്ട് വരുമ്പോഴത്തേന് നമുക്ക് ചിക്കൻ ആഡ് ചെയ്യാം. ചിക്കൻ നമുക്ക് മിക്സ് പീസസ് ഇടാം, ബോൺലെസ്സും ബോണുള്ളതും രണ്ടും കൂടി മിക്സ് ചെയ്തിട്ട് അതെടുത്ത് അതിലേക്ക് നല്ലപോലെ മസാലയായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്ത് നല്ലപോലെ ഇളക്കിയെടുക്കുക. ഇതിൻ്റെ കൂടെ ഒരു 1/2 കപ്പ് കേർഡും കൂടി നമുക്ക് ആഡ് ചെയ്യാം. ഇത് അത്യാവശ്യം ഇച്ചിരി സാറായിട്ടുള്ള കേർഡ് തന്നെ നമുക്ക് എടുക്കാം ഇത് മിക്സ് ചെയ്യാനായിട്ട്. ടൊമാറ്റോ ഓൾറെഡി ഇട്ടിട്ടുള്ളത് കൊണ്ട് കുഴപ്പമില്ല, പക്ഷേ കേർഡും കൂടി വരുമ്പോൾ ഇത് കുറച്ചും കൂടി ഒരു സോഫ്റ്റ്നെസ്സും വേറൊരു ഫ്ലേവറും കൂടിയൊക്കെ ആവും. ഇത് മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിന് ഹോട്ട് ബോയിലിംഗ് വാട്ടറും കൂടി, നമുക്ക് ഗ്രേവി ഇച്ചിട്ട് വേണമല്ലോ, അപ്പോൾ അതനുസരിച്ചിട്ട് നമ്മൾ വെള്ളം ഇതെപ്പോഴും കറിയൊക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ കുറച്ച് ചൂടാക്കി എപ്പോഴും വയ്ക്കുക. അപ്പം ചൂടുവെള്ളം തന്നെ ഒഴിക്കുക. അപ്പോൾ അത്യാവശ്യം ഈ ചിക്കൻ്റെ വെള്ളവും ഇതിൻ്റെ ഇതും കൂടി വന്നിട്ട് നല്ലപോലെ ഒരു തിക്ക് ഗ്രേവി ആയിട്ട് വരും.
പിന്നെ അത് കഴിഞ്ഞിട്ട് ലാസ്റ്റിൽ നമുക്ക് നമ്മുടെ കോക്കനട്ട് ഗ്രൈൻഡ് മിക്സും കൂടി ചേർത്ത് നമുക്ക് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ബ്ലെൻഡ് ചെയ്ത് എടുക്കണം. അങ്ങനെ നമ്മുടെ ചിക്കൻ വറുത്തരച്ചത് റോസ്റ്റഡ് കോക്കനട്ട് ഗ്രേവി ആയിട്ട് വെച്ചിരിക്കുന്നത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഏതൊരു ഒക്കേഷനും വളരെ നല്ലൊരു ഓപ്ഷനാണ് ഇത് കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഇത് വളരെ സിമ്പിളുമാണ്, വളരെ ടേസ്റ്റി ആൻഡ് ഫ്ലേവർഫുൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഡെഫിനറ്റായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എഴുതി അറിയിക്കുക. പുതിയൊരു എപ്പിസോഡിൽ മറ്റൊരു വെറൈറ്റി റെസിപ്പിയുമായിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു ഫോർ വാച്ചിങ്.